എപ്പോഴെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടോ ഒരു സി.ഐ.ഡി. മൂസ 2 ഉണ്ടായിരുന്നെങ്കിലെന്ന്? ഞാൻ ഒരിക്കലും ഉണ്ടാവൂല. അപ്പൊ അതുപോലത്തെ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ ചെയ്യും. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ക്യാരക്ടർ. അശോകന്റെ ഭ്രാന്ത് നടക്കട്ടെ. ഇപ്പൊ പഞ്ചാബി സെക്കൻഡ് പാർട്ട് വരും, സി.ഐ.ഡി. മൂസ സെക്കൻഡ് പാർട്ട് വരും, ചിലപ്പോ മണവാളനും രമണനുമായിട്ട് സെക്കൻഡ് പാർട്ട് വന്നേക്കാം. നിങ്ങൾ എപ്പോഴെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടോ ഒരു സി.ഐ.ഡി. മൂസ 2 ഉണ്ടായിരുന്നെങ്കിലെന്ന്? ഡയറക്ടറോട് നമ്മൾ സ്ഥിരമായി ചോദിക്കാറുണ്ട്, നടക്കൂല മക്കളെ എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുമുണ്ട്. ഞാനും ആ സൈഡ് തന്നെയാണ്. ഞാൻ ഒരിക്കലും ഉണ്ടാവൂല. എനിക്ക് ഉറപ്പിക്കാമല്ലോ. കാരണം അതിന്റെ കാലഘട്ടം മാറിക്കഴിഞ്ഞു. നമ്മുടെ പ്രായം നോക്കണം. അന്ന് പടക്കം കുണ്ടിയിൽ പടക്കം പിടിച്ചിരുന്ന പ്രായമല്ലേ ഇയാൾക്കൊക്കെ വല്ല ഭ്രാന്തണ്ട പിള്ളേര് ചെയ്യട്ടെന്ന് പറയും. ചെറുപ്പം കൊച്ചുണ്ണി വരുമോ? അല്ല, ഞാനിപ്പോ എനിക്കിണങ്ങുന്ന വേഷം, എന്റെ പ്രായത്തിൽ പറഞ്ഞ പോലെ തന്നെ ഇണങ്ങുന്ന എല്ലാ വേഷവും ചെയ്യാൻ തയ്യാറാണ്. കാരണം എനിക്ക് അല്ല, എനിക്ക് നല്ല ഇൻട്രസ്റ്റ് ആണ് എന്ത് ക്യാരക്ടർ ചെയ്യാനും. ഇപ്പൊ അതുപോലത്തെ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ ചെയ്യും. അതെന്റെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ക്യാരക്ടർ. ചേട്ടാ, ഒരു വെല്ലുവിളി വന്നിരിക്കുന്നു, ഭീഷണി. അല്ല, ഞാൻ പറഞ്ഞു എന്റെ ആ പ്രാന്തം കളിയുടെ ഏതാ ചേട്ടന്റെ ഭ്രാന്ത് കഴിഞ്ഞു, ഇവിടെ തുടങ്ങിയിട്ടേ ഉള്ളൂ. അശോകന്റെ ഭ്രാന്ത് നടക്കട്ടെ. ഈ നിങ്ങള് ഇങ്ങനെ നമ്മളൊക്കെ ജനിച്ച കാലം തൊട്ട് നിങ്ങൾ സിനിമയിലുള്ള ഭയങ്കര ഗംഭീരമായ ആ കാലഘട്ടത്തിലേക്ക് തിളങ്ങി നിൽക്കുന്ന സ്റ്റാർസ് ആകുമ്പോ ജീവിതത്തിലെ സ്വാഭാവികമായിട്ടും ഒരുപാട് റൂമറുകളും കേട്ടിട്ടുണ്ടാവുമല്ലോ. എന്ത് റൂമർ? അതാണ് എന്തെങ്കിലുമൊക്കെ. അതൊക്കെ ഇപ്പഴാ വന്നു തുടങ്ങിയേ, നിങ്ങൾ തമ്മിലുള്ളതൊക്കെ ഇപ്പഴാ വന്നു തുടങ്ങിയേ. അത് പണ്ട് അന്നത്തെ കാലത്ത് ഈ റൂമർ അല്ലല്ലോ. എന്തെങ്കിലുമൊക്കെ നിങ്ങളെ കുറിച്ചുള്ള ഗോസിപ്പുകൾ നിങ്ങൾ സ്വയം കേട്ടിട്ടുണ്ടോ? ഇല്ലില്ല, ഞാൻ ഒന്നും കേട്ടിട്ടില്ല. ഗോസിപ്പ് അങ്ങനെ ഒന്നും ആരും ഉണ്ടാക്കാൻ അതിനുള്ള സമയമില്ല. ഒരു പടം കഴിഞ്ഞ് അടുത്ത പടത്തിന് പോകണം. ഗോസിപ്പ് ഉണ്ടാക്കി അവനെ നശിപ്പിക്കാനുള്ള സമയം. ഒന്നാമത് ഈ ഗോസിപ്പുകൾ ഉണ്ടായാൽ തന്നെ നമ്മൾ മൈൻഡ് ചെയ്യാറില്ല. നമ്മ അതിന് ഇപ്പൊ ഒരു ദിവസം 24 മണിക്കൂറുള്ളൂ. ആ ലേഡീസ് വിഷയമാണ് ചോദിക്കണത്. അതാണ് എന്താ, ഞാൻ അങ്ങനെയൊന്നും പറയട്ടില്ല. അത് ഇതൊക്കെ കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. പറയേണ്ടത് അല്ലേ? ഞാൻ പറയുന്നതേ, ഒരു ദിവസം 24 മണിക്കൂറുള്ളൂ. ആ 24 മണിക്കൂർ തന്നെ നമുക്ക് നമ്മളെ കുറിച്ച് ചെയ്യാനുള്ള ചിന്തിക്കാനുള്ള സമയമില്ല. പിന്നെ ഇങ്ങനെ ഗോസിപ്പിനെ കുറിച്ച് ചിന്തിക്കണം, ഒരു രക്ഷയില്ല. അങ്ങനെ ഗോസിപ്പൊന്നും ഞാൻ കേട്ടില്ല അശോകനെ കുറിച്ചിട്ട്. ഞാൻ കേട്ടില്ല. പരസ്പരം പറഞ്ഞ വേറൊരു കാര്യം പറയാം. ചോദിച്ചല്ല, ഇനിയിപ്പോ പഞ്ചാബി സെക്കൻഡ് പാർട്ട് വരും, സി.ഐ.ഡി. മൂസ സെക്കൻഡ് പാർട്ട് വരും, ചിലപ്പോ മണവാളനും രമണനുമായിട്ട് സെക്കൻഡ് പാർട്ട് വന്നേക്കാം. അതെ, ഞാൻ വിചാരിച്ചു ചേട്ടന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമായിരിക്കും വിചാരിച്ചു. ഒന്നും കിട്ടില്ല, പോയി. അങ്ങനെ ഈ എന്താ പറയാ, ഇതൊരു ഡിജിറ്റൽ ക്യൂൻ എന്ന് പറയുന്ന കോമ്പറ്റീഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്തും ചെയ്യാൻ തയ്യാറായ ഒരു കോമ്പറ്റീഷൻ മൈൻഡ് ഉള്ള പെൺകുട്ടികളാണ് നമ്മുടെ ചുറ്റുമുള്ളത്. എന്തും ചെയ്യാൻ ഇവർ തയ്യാറാണ്. അപ്പൊ നമ്മളൊരു മത്സരം കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇവർക്ക് ഒരു മത്സരത്തിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ ചേട്ടൻ എന്തൊക്കെ അഡ്വൈസുകളായിരിക്കും ഈ 22 പെൺകുട്ടികൾക്ക് കൊടുക്കുക? നമുക്ക് അറിയാവുന്ന മത്സരം മാത്രം ചെയ്യാൻ നിൽക്കാം. അതാണ് നമുക്കൊരു വിശ്വാസം വേണം. ഞങ്ങളെല്ലാരും ഇത് ഫസ്റ്റ് ടൈം ആണ് ചെയ്യുന്നത്. ഞങ്ങളെല്ലാരും ഫസ്റ്റ് ടൈം ആണ്. ബിഹൈൻഡ് ഫസ്റ്റ് ടൈം ആണ്. നമ്മള് ഫസ്റ്റ് ടൈം ആണ്. ഞാനും ഫസ്റ്റ് ടൈം ആണ്. ഇങ്ങനെ